ഇപ്പോൾ സർവകക്ഷി യോഗ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുകയാണ്. തത്സമയത്തിലേക്ക് എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും സംസ്ഥാനം നേരിടുന്ന വരൾച്ചാ പ്രശ്നം, റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇത് രണ്ടുമാണ് ചർച്ച ചെയ്തത്. സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നവും ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ യോഗം പൊതുവിൽ അത് പിന്നൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം, ഇന്ന് വേണ്ട എന്ന ഒരു നിലപാടെടുത്തു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണ് നമ്മൾ ഈ വർഷം നേരിടുന്നത്. ഇതിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തന്നെ അതീവ ഗൗരവമായിട്ട് വരും എന്നാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ജാഗ്രത പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഉപയോഗം കഴിയാവുന്നത്ര പരിമിതപ്പെടുത്തണം. അതായത് ദുരുപയോഗം ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും വെള്ളം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അക്കാര്യത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ജലവിനിയോഗം ആ തരത്തിൽ ക്രമീകരിക്കണം എന്ന് കാണുകയുണ്ടായി. നേരത്തെ തന്നെ വരൾച്ച നേരിടുന്നതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയ ക്ഷാമം നേരിടുമ്പോൾ അത് നേരിടാൻ കുടിവെള്ളക്ഷാമമുള്ള സ്ഥലങ്ങളിലൊക്കെ കിയോസ്കുകൾ സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ വെള്ളക്ഷാമം നേരിടുന്ന സമയമായി. അപ്പോൾ ആ ഒരു കിയോസ്ക് കൊണ്ട് മാത്രം ചിലപ്പോൾ ഒരു പ്രദേശത്തെ പ്രശ്നങ്ങളാകെ പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം കുടിവെള്ളം ടാങ്കറിലെത്തിക്കണമെന്നുള്ളത്. ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ചുമതല കലക്ടറാണ് വഹിക്കുക. എന്നാൽ വിതരണ ചുമതല പഞ്ചായത്തുകൾക്കായിരിക്കും. അതായത് ഓരോ സ്ഥലത്തും എത്തിക്കാനുള്ള ചുമതല പഞ്ചായത്തുകളാണ് വഹിക്കുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വഹിക്കേണ്ടത്. പിന്നെ നേരത്തെ തന്നെ തടയണകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഒക്ടോബർ നവംബർ മാസത്തോടെ തടയണകൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇനിയും എവിടെയെങ്കിലും തടയണകൾ നിർമ്മിക്കേണ്ടതുണ്ടെങ്കിൽ അത് അടിയന്തരമായും നിർമ്മിക്കണമെന്നതും കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഉള്ള വെള്ളം മലിനമാകാതെ സംരക്ഷിക്കലാണ്. അപ്പോൾ പലയിടത്തും വെള്ളം ശുദ്ധീകരിച്ച് നിർത്താൻ കഴിയും. ആ പ്രവർത്തനവും ഇതിനോടൊപ്പം നടത്തേണ്ടതായിട്ടുണ്ട്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ കിണറുകളും കുളങ്ങളും പൂർണ്ണമായി പുനരുജ്ജീവിപ്പിക്കാനുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ സമയമാണ്. എല്ലാ കിണറുകളും പുനർജീവിപ്പിക്കാൻ കഴിയണം. അതുപോലെ തന്നെ കുളങ്ങളും നല്ലതുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ കഴിയണം. കുഴൽക്കിണറുകളുടെ കാര്യത്തിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ കുഴൽക്കിണറുകൾ വേണ്ടി വരുമെന്ന് തന്നെയാണ് കണ്ടത്. പക്ഷേ ചിലർ വ്യാവസായികാടിസ്ഥാനത്തിൽ വെള്ളം എടുത്ത് വിതരണം ചെയ്യാൻ വേണ്ടി കുഴൽക്കിണർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം കുഴൽക്കിണറുകൾ അനുവദിക്കാൻ പറ്റില്ല. കാരണം ഭൂഗർഭജലം വലിയ തോതിൽ
കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അത് കുഴൽക്കിണറുകൾ വല്ലാതെ അനിയന്ത്രിതമായി പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല. ഇത്തരത്തിൽ വരൾച്ച നേരിടുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ഞാൻ പറയാം. ഇതോടൊപ്പം ചർച്ച ചെയ്തൊരു കാര്യം റേഷനുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഫലത്തിലിപ്പോൾ ആ റേഷനിങ് സമ്പ്രദായം ഇല്ലാതായിരിക്കുകയാണ്. പ്രധാന പ്രശ്നം ഈ റേഷനിങ് സമ്പ്രദായം ഇല്ലാതായത് തന്നെയാണ്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷ നടപ്പാക്കുന്നതോടെ റേഷൻ്റെ മുൻഗണനാ ലിസ്റ്റുണ്ട്. ആ മുൻഗണനാ ലിസ്റ്റ് പലവിധ പരാതികൾ നിലനിൽക്കുന്നതാണ്. പരാതികളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മുൻഗണനാ ലിസ്റ്റ് ഇത്ര ആളെ പറ്റുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറം ആളുകൾ നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ ഉള്ള പരാതി ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. അത് തന്നെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അർഹരായവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ ആ ലിസ്റ്റിലുള്ള കുറേ ആളുകൾ, അത്രയും ആളുകൾ പുറത്താവും. കാരണം നിശ്ചിത എണ്ണം മാത്രമേ മുൻഗണനാ ലിസ്റ്റിൽ പറ്റൂ. അപ്പോൾ ഏതായാലും ആ ലിസ്റ്റ് അന്തിമമാക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം റേഷൻ മൊത്ത വ്യാപാരം ഇത് സർക്കാരിൻ്റെ ചുമതലയിലായിരിക്കണം എന്നാണ്. അപ്പോൾ നിലവിലുള്ള മൊത്ത വ്യാപാരികൾക്ക് അത് തുടരാൻ പറ്റില്ല. അത് പൂർണ്ണമായും സർക്കാരിൻ്റെ ചുമതലയിൽ തന്നെ നിർവഹിക്കുകയാണ് ചെയ്യുക. റേഷൻ കടകളിൽ ഒട്ടേറെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഈ ഭക്ഷ്യസുരക്ഷ ശരിയായ രീതിയിൽ നടപ്പാക്കുമ്പോൾ അതിനനുസൃതമായ ക്രമീകരണങ്ങൾ റേഷൻ കടകളിലുണ്ടാവണം. അപ്പോൾ ആ ക്രമീകരണങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നേരത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന ഭക്ഷ്യവിഹിതമുണ്ട്. അതിലിപ്പോൾ 2 ലക്ഷത്തോളം മെട്രിക് ടണ്ണിൻ്റെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ കക്ഷികളും കൂടി കേന്ദ്രത്തെ സമീപിക്കണം എന്ന് കണ്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ നേരത്തെയുള്ള ഭക്ഷ്യവിഹിതം അനുവദിച്ച് നൽകണം എന്ന ആവശ്യം സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി നിവേദന രൂപത്തിൽ നൽകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതാണ് ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ. ഈ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളിൽ ഇന്ന് ചർച്ച ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനം കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇപ്പോൾ 17/2/2014 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം അതനുസരിച്ച് 123 വില്ലേജുകളിൽ 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ESA ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൊരു 2 ഭാഗമുണ്ട്. ഈ 9993 അതിൽ 9107 ചതുരശ്ര കിലോമീറ്റർ വന ESA ആണ്. 886.7 ചതുരശ്ര കിലോമീറ്റർ
വനേതര ESA ആണ്. അപ്പോൾ വനപ്രദേശങ്ങളില്ലാത്ത 123 വില്ലേജുകൾ സ്ഥിതി ചെയ്യുന്ന 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര ESA ആയിട്ടാണല്ലോ കിടക്കുന്നത്. അതിൻ്റെ നടത്തിപ്പ് വലിയ തോതിലുള്ള ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലവും ESAയും ഒക്കെ തൊട്ടടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ജനങ്ങളെ താമസ സ്ഥലവുമായിട്ട് ഇടകലർന്നായിട്ടാണ് ഈ ESA പ്രദേശം കിടക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് പറഞ്ഞ ഫോറസ്റ്റ് ESA ആയിട്ടുള്ള 9107 ചതുരശ്ര കിലോമീറ്റർ അത് മുഴുവൻ വനമാണ്. ആ പ്രദേശമാകെ ESA ആയി നിലനിർത്തുക. ജനവാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇപ്പോൾ ESA ആണെന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ അത് 886.7 ചതുരശ്ര കിലോമീറ്ററാണ്. അതിൻ്റെ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ തന്നെ ശക്തമായ സംരക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. അപ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിർവഹിക്കാൻ തയ്യാറാവും. അതോടൊപ്പം ഇതിനെന്തെങ്കിലും നിയമവ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാവും. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ സത്ത പ്രധാനമായും 886.7 ചതുരശ്ര കിലോമീറ്റർ ഈ തുടർച്ചയായുള്ള ESA പ്രദേശമായിട്ട് കണക്കാക്കാൻ പാടില്ല. അത് സംസ്ഥാനത്തിൻ്റെ പരിധിയിലേക്ക് വിട്ടുതരണം എന്നുള്ളതാണ്. പിന്നെ സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു പ്രശ്നം ഈ ജീവനക്കാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു വരാറുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗം കൃത്യമായി പൊതു സ്ഥലം മാറ്റങ്ങൾക്ക് മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. അത് എല്ലാ ജീവനക്കാരുടെ എല്ലാ സംഘടനകളുമായും ചർച്ച ചെയ്തുകൊണ്ട് ഏറെക്കുറെ ഏകീകരിച്ച ധാരണയോടെ എത്തിച്ചേർന്ന മാനദണ്ഡങ്ങളാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള പരാതികൾ ഇനി അങ്ങോട്ട് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. വരൾച്ചയുടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ സംസ്ഥാന ഗവൺമെൻറ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 991.54 കോടി രൂപ അധിക സഹായം അനുവദിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതിനുള്ള മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെൻറ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനമായും പറയാനുള്ള കാര്യം. മനസ്സിലായില്ലേ? 991.54 കോടി രൂപ അധിക സഹായം അനുവദിക്കുന്നതിനാണ് ആവശ്യപ്പെടുന്നത്. ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്നാണ് അതിൻ്റെ പേര്, NDRF. ഡൽഹിയിൽ പോകുമ്പോഴല്ല, ഡൽഹിയിൽ പോയിട്ടേ കൊടുക്കാൻ പറ്റൂ. പക്ഷേ ഡൽഹിയിൽ പോകുമ്പോഴല്ല, അതിനായിട്ട് ഡൽഹിയിൽ പോകും. ആ ചെറിയ സഹായമുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ ഒരു വാഴ പോയാൽ 100 രൂപയാണ് നമ്മൾ കൊടുക്കുക, അതിന് 5 രൂപയാണ് കേന്ദ്ര സഹായം. അങ്ങനെയുള്ള സഹായമുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ നല്ല സഹായം തരാൻ അവർക്ക് കഴിയും. ആ സഹായം തരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലല്ല, മറ്റത് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന നിവേദനമല്ലേ? രണ്ടും രണ്ടല്ലേ? വരൾച്ചയുടേത് സർവകക്ഷി നിവേദക സംഘമാണ്, മറ്റത് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന നിവേദനം. കാവുകളും കുളങ്ങളും അല്ല,
കുളങ്ങൾ ഈ നമ്മുടെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ സംരക്ഷിക്കാനുള്ള പരിപാടിയുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ ആരാധനാലയങ്ങളുടെയും കുളങ്ങളടക്കം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും. അതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് നാട്ടുകാരുടെ കൂടി പങ്കാളിത്തത്തോടെയാണ് നടത്തുക. സർക്കാരും ജനങ്ങളും എല്ലാം കൂടി പങ്കുവഹിച്ചുകൊണ്ട്. അല്ല, അത് കുറേ ഉണ്ടല്ലോ. അത് എല്ലാവർക്കും കൂടി അംഗീകാരമുള്ള കാര്യങ്ങൾ, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, അതിലും പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് നടപ്പാക്കാൻ പോകുന്നതല്ല. അതൊക്കെ ചില തോന്നലുകളാണ്. നടപടി സ്വീകരിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് അറിയാം. പക്ഷെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആവശ്യമായ നടപടിയെടുക്കും. അത് പിന്നെ തുടരാനാണ് ഭാവമെങ്കിൽ ആവശ്യമായ നടപടിയെടുക്കും. നടിയെ തട്ടിക്കൊണ്ടുപോയ ഇഷ്യൂ ഇപ്പം 5 ദിവസമായി. പല ഇന്നാണ് ആദ്യമായിട്ട് അത് പൊളിറ്റിസൈസ് ചെയ്യും BJP, കോൺഗ്രസ്. എന്താണ് അങ്ങയുടെ? അല്ല, അതിൽ നമ്മുടെ സംസ്ഥാനമാകെ ഗൗരവമായിട്ട് തന്നെ കണ്ടൊരു കാര്യമാണല്ലോ അത്. അതിൽ നടിയായാലും അവരുമായിട്ട് ബന്ധപ്പെട്ടവരായാലും കേരളത്തിൻ്റെ സിനിമാ ലോകമായാലും പൊതുസമൂഹമായാലും അവരെല്ലാം ഈ കാര്യത്തിൽ പോലീസ് പെട്ടെന്ന് തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു എന്ന പൊതുധാരണയിലാണ് എത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങളുമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാവരും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരാളെ ഇപ്പോഴും കിട്ടേണ്ടതായിട്ടുണ്ട്. അയാളെ പിടികൂടാനുള്ള ത്വരിതമായ ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പോലീസ് പറയുന്നത് പിടികൂടാനാവുമെന്ന് തന്നെയാണ്. അതിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. സിനിമാ മേഖലയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ അങ്ങനെ സിനിമയ്ക്കകത്ത് ഗുണ്ടാ ബന്ധമുള്ള വലിയ ആരോപണമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ എല്ലാവരും പിടിയിലായി അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നടിയുടെ നേരെ നടന്ന ആക്രമണം നടത്തിയ ഗൂണ്ടകൾ അവരെ നമുക്ക് പൂർണ്ണമായിട്ട് പിടിയിൽ കിട്ടണം. അത് അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കടക്കേണ്ടത്. അതായിരിക്കും നല്ലത്. പാർട്ടിയിലെ ചില ആളുകളെ പറ്റി എതിരായിട്ടും ഇതിനെപ്പറ്റി ആശയമുണ്ടായിട്ടുണ്ട്. പാർട്ടിയിലുള്ള ലീഡറുടെ മകനും ഇൻവോൾവ് അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മുടെ നാട്ടിൽ എന്തും പറയാൻ ലൈസൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്തും വിളിച്ചു പറയാം. അതൊന്നും തടയാൻ ഇപ്പം ഞങ്ങൾക്കാർക്കും കഴിയുന്നതല്ല. തുടർച്ചയായ ദിവസങ്ങളിൽ കോടതിയുടെ ഭാഗത്തും വിജിലൻസിനെതിരെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് വിജിലൻസ് രാജാണെന്ന് അത് ശരിയാണ്. കോടതിയുടെ വിമർശനം ഗൗരവമായിട്ട് തന്നെയാണ് സർക്കാർ കാണുന്നത്. അത് ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ 2 ഭാഗമുണ്ട്. ആ 2 ഭാഗവും ഉൾക്കൊള്ളുന്നത് തന്നെയാണ് കോടതിയുടെ വിധിയിലുള്ളത്. 2 ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് വിജിലൻസ് കോടതിയുണ്ട്, ഒരു ഭാഗത്ത് വിജിലൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു ഹർജി ഒരാൾക്കെതിരെ വരുന്നു. ആ ഹർജി വന്നാൽ അത് പരിശോധിക്കേണ്ടതാണോ പരിശോധിക്കേണ്ടതല്ലേ എന്ന ഒരു വിവേചനാധികാരമൊന്നും ഉപയോഗിക്കാൻ ഇന്നത്തെ നിലയിൽ വിജിലൻസിന് അധികാരമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നേരെ അന്വേഷിച്ചില്ലെങ്കിൽ അപ്പോൾ കോടതിയിൽ പോകാം. അപ്പോൾ കോടതി ചോദിക്കും എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാതിരുന്നത് എന്ന്. സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹം കോടതിയുടെ ഒരു വിമർശനമായിട്ട് അതിനെ എടുക്കും. ഇതൊരു ഭാഗം. വേറൊരു ഭാഗം കോടതിയിൽ നേരിട്ട് പെറ്റീഷൻ ചെല്ലും. കോടതിയിൽ നേരിട്ട് പെറ്റീഷൻ ചെല്ലുമ്പോൾ കോടതി അതിൻ്റെ പ്രാഥമികമായ പരിശോധന നടത്തിയല്ല
ഇത് പരിശോധിക്കണോ പരിശോധിക്കണ്ടേ തീരുമാനിക്കുന്നത്. നേരെ പരിശോധിക്കാൻ കൊടുക്കുക, വിജിലൻസിന് കൊടുക്കുകയാണ് പരിശോധിക്കാൻ. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ക്രമീകരിക്കണം, അത് ഗവൺമെൻറ് മാത്രം വിചാരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് കാണുന്നത്. ഈ വിധി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസിനെ, ഇപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്, അദ്ദേഹത്തെ തന്നെ സമീപിക്കണമെന്നാണ്. ഇക്കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കണം. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കേണ്ടത്? കാരണം ഗവൺമെൻറ് ഒരു ഏകപക്ഷീയമായൊരു നിലപാടെടുത്താൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഉണ്ടാകാം, ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാകാം. അതെല്ലാം ഒഴിവാക്കാൻ ഹൈക്കോടതി തന്നെ ഇടപെട്ട് ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം. അപ്പോൾ അങ്ങനെയൊരു ബന്ധപ്പെടൽ നടക്കാൻ പോവുകയാണ്. ഈ വിധി വന്നതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ, ചീഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്, അദ്ദേഹത്തെ ബന്ധപ്പെടാൻ പോവുകയാണ്. എങ്ങനെ അത് അങ്ങനെ പരാതി സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെന്താന്ന് പരിശോധിക്കാം, എനിക്കറിയില്ല. അത് എന്താന്ന് പരിശോധിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരാളെയും വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. സർക്കാർ ചെയ്തത് നേരത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കുറേ ആളുകളെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്നു. അന്ന് വിട്ടയക്കാൻ പുറപ്പെട്ടപ്പോൾ അതിൽ ചില തടസ്സങ്ങളുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്തത് സാധാരണ നിലക്ക് വിട്ടയക്കാൻ പാടില്ലാത്ത ചില കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ കൊലപ്പെടുത്തിയവർ, അതുപോലുള്ള കുറേ കുറ്റകൃത്യങ്ങളുണ്ട്, ഒരുപാട് ഇനമുണ്ട്. അങ്ങനെയുള്ള ആരുടെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇളവും കൊടുക്കാൻ പാടില്ല. സാധാരണ ശിക്ഷയിൽ അർഹമായ ഇളവുകൾ കൊടുക്കും. അത് വിട്ടയക്കലല്ല, ശിക്ഷാ കാലാവധിയിൽ കിട്ടുന്നൊരിളവാണ്. ആ ഇളവ് നൽകുന്നതിന് ഉള്ള ശുപാർശ നൽകിയിട്ടുണ്ട്. ആ ശുപാർശ നൽകിയത് ഏതെങ്കിലും ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടല്ല, ഒരു കമ്മിറ്റിയെ വെച്ച് പരിശോധിച്ച് അങ്ങനെ ഓരോ കേസും പരിശോധിച്ച് നൽകിയ ശുപാർശയാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണറെ അറിയിച്ചു. ഗവർണർ അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ മറുപടിയായി നൽകും. സർക്കാരിന്റെ ശുപാർശ തള്ളി ഗവർണറുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത് അത് സാധാരണ നടപടികളാണ്. അതെനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്താണെന്നുള്ളത്. സാധാരണ നിലക്ക് ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള എഴുത്തുകുത്തായിട്ട് അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അത് സാധാരണ മാധ്യമങ്ങളിലൂടെ പറയേണ്ട കാര്യമായിട്ടല്ല കാണുക. ഞങ്ങളയക്കുന്നത് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല, അങ്ങ് ഇങ്ങോട്ട് അറിയിക്കുന്നത് നിങ്ങളെ അറിയിക്കേണ്ട കാര്യം സാധാരണ നിലക്കില്ല. ഗവർണറെ ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഇക്കാര്യത്തിലുള്ള മാനദണ്ഡങ്ങൾ മുഴുവനും പാലിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്താനും പരിശോധിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫയൽ തിരിച്ചയച്ചതെന്നാണ് ലഭിക്കുന്ന വാർത്ത. അല്ല, ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ എപ്പോഴും ബാധ്യസ്ഥമാണല്ലോ. പക്ഷേ വിട്ടയക്കുന്നത് സംബന്ധിച്ച് വിട്ടയക്കാൻ പാടില്ലാത്തവരെന്ന് കണക്കാക്കിയിട്ടുള്ളവരുണ്ട്. അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പൊതുവെ ഒരു ആശയം 9 മാസമായി അങ്ങനെ ഗവൺമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഫയലെല്ലാം കെട്ടിക്കിടക്കും, ഗവർണൻസ് അങ്ങോട്ടൊരു അത് വസ്തുതയായിട്ട് തോന്നുന്നില്ല. ഫയലൊന്നും അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റ് നോർക്കയിൽ തന്നെ 3% ഫയൽ മാത്രമേ പോയിട്ടുള്ളൂ എന്നൊരു മാധ്യമ റിപ്പോർട്ടാണ്. നോർക്കയുടെ കാര്യം പ്രത്യേകമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മൊത്തത്തിലെടുത്താൽ ഫയലിൻ്റെ കാര്യത്തിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. CPI നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPM-നെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ പരസ്യമായിട്ട് വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോ അക്കാദമി വിഷയത്തിലും അതിനുശേഷം വിവരാവകാശ നിയമത്തിന്റെ കാര്യത്തിലൊക്കെ പരസ്യമായിട്ട് വിമർശിക്കുന്ന ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ CPI-യുടെ ജനറൽ സെക്രട്ടറി സുധാകരൻ അടക്കം പറഞ്ഞത് ഇനിയും പരസ്യമായി വിമർശിക്കും, അല്ലാതെ രഹസ്യമായിട്ട് കത്തെഴുതുന്ന ഏർപ്പാട് CPI-ക്ക് ഇല്ല എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് എന്താണ്? അല്ല, CPI ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അവരുടെ അഭിപ്രായങ്ങൾ പരസ്യമായിട്ട് പറയുമല്ലോ. അതിലെന്താ തെറ്റുള്ളത്? അതിൽ ഒരു തെറ്റും പറയാനില്ല. സാധാരണ നിലക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയും പറയുമല്ലോ. അതൊരു CPI കൂടി ഉൾക്കൊള്ളുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ
പറയുന്നതിനൊരു നിഷിദ്ധവും ഇല്ല. അത് സാധാരണ നിലക്ക് പറയാവുന്നതാണ്. പിന്നെ മുന്നണി യോഗങ്ങളും മുന്നണിയിലൊരു ചട്ടക്കൂടൊക്കെ അല്ലാതെ പരസ്യ വിമർശനം ശരിക്കും തുടർച്ചയായി ഉന്നയിക്കുന്നത് ശരിയാണ്. അല്ല, അങ്ങനെ ഒരു വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇത് സാധാരണ നിലക്കൊരു പാർട്ടി എന്ന നിലക്കുള്ളൊരു അവകാശത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ സാധാരണ നിലക്ക് ആലോചിക്കുമല്ലോ ഓരോ പാർട്ടി. ഇതുകൊണ്ടാണ് ഈ ഗവർണൻസ് ഒരു എഫക്റ്റീവ് ആകാൻ പറ്റാതെ പോകുന്നത്. ഗവേണൻസ് എഫക്റ്റീവ് ആവാത്ത പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നല്ല നിലക്ക് തന്നെ നടക്കുന്നുണ്ട്. അത് എഫക്റ്റീവ് ആവേണ്ടെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെ വന്നാൽ അത് എഫക്റ്റീവ് ആവേണ്ടത് എങ്ങനെയെന്നുള്ളത് ഗവൺമെൻറ് നിശ്ചയിക്കുകയും ചെയ്യും. വിജിലൻസിന്റെ അന്വേഷണം കൃത്യമായാലും നല്ലെന്ന് കഴിഞ്ഞ അഭിപ്രായപ്പെട്ടു. പല അന്വേഷണങ്ങളും UDF-ന്റെ കാലത്തെ കേസുകളിൽ UDF-ന്റെ കാലത്തുണ്ടായിരുന്ന കേസുകളിൽ അന്നത്തെ LDF ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുള്ള പല കേസുകളിലും അന്വേഷണം വഴിമുട്ടി അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നില്ല, ഒരു ഫലം കാണുന്നില്ല എന്നുള്ളൊരു വിമർശനം DS മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അന്വേഷണ കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? അതിലൊന്നും ഞാൻ മറുപടി പറയേണ്ട ആളല്ല. കാരണം ഈ അന്വേഷണ കാര്യത്തിൽ ഇടപെട്ട് ഇന്ന നിലക്ക് അന്വേഷിക്ക് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലാണ് അതിൻ്റെ കാര്യം ഇന്നതാണെന്ന് നിനക്ക് പറയാൻ പറ്റുക. കാലതാമസം വരുന്നുണ്ടോ? മറ്റു കാര്യങ്ങൾ സാധാരണ നിനക്ക് അഭിപ്രായം വരുമല്ലോ. അഭിപ്രായം വരട്ടെ, അത് അങ്ങനെയല്ലേ കാണുന്നത്. കാലതാമസം വരുന്നുകൊണ്ടാണ് അതെ, അതെ, അത് കാലതാമസം തീരുമാനിക്കുന്നത് എങ്ങനെയെന്നുള്ളതല്ലേ, അതടക്കം പരിശോധിക്കണ്ടേ. വിജിലൻസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടി വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അക്കാര്യങ്ങൾ അതൊക്കെ ആലോചിച്ചു. അതൊക്കെ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ലല്ലോ. ശരി, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അല്ല, മംഗലാപുരത്തൊരു പരിപാടി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ പരിപാടി അവിടെ ഒരു മതസൗഹാർദ്ദ റാലി അവർ സംഘടിപ്പിക്കുന്നതാണ്. പിന്നെ ഒരു കൂട്ടത്തിൽ ഏതോ ഒരു മാധ്യമത്തിൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട് അവിടെ. അങ്ങനെ 2 പരിപാടിയാണ് 25-ാം തീയതി ഉള്ളത്. അതിന് പോകാൻ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പിന്നെ ശരി. സർവകക്ഷി സംഘയോഗ തീരുമാനങ്ങളും ഒപ്പം തന്നെ മന്ത്രിസഭായോഗ തീരുമാനങ്ങളും വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.